നമസ്കാരം. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോണത് ക്ലോൺ സ്റ്റാമ്പ് ടൂള്, പാറ്റേൺ സ്റ്റാമ്പ് ടൂള്, ഈ രണ്ട് ടൂൾസാണ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് എസ് ആണ്. ഇപ്പോൾ ക്ലോൺ സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി എടുക്കാം. അതുപോലെ നമുക്കൊരു സംഭവം മാച്ച് കളയണമെങ്കിൽ അത് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് ചെയ്തെടുക്കാൻ പറ്റും. മൊത്തത്തിലൊരു ഇമേജിനെ പെയിൻറ്റ് ചെയ്തിട്ട് വേറെ കോപ്പി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം സൂര്യൻ്റെ ഒരു കോപ്പി എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ബ്രഷിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റും റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റും. പിന്നെ കീബോർഡിൽ ആൾട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തു. ഇത് പുറത്തേക്ക് വരുമ്പോൾ കാണിക്കും ഇത്രയും പിക്സൽസ് കോപ്പി ആയിട്ടുണ്ട്. ഇത് എവിടെയാണോ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യാം. കാണും അതിൽ കോപ്പി വന്നിട്ടുണ്ട്. ഒരു കോപ്പി കൊണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്തു ഈ സൈഡിലും കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ ഇതിനോടൊന്ന് മാച്ച് കളയണമെന്ന് വെച്ചാലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഏത് ഏരിയ ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് വരിക. എന്നിട്ട് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി എങ്ങനെയാണ് ബ്രഷ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ കോപ്പി എടുക്കാൻ വേണ്ടി നമ്മൾ നോക്കി ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് കീബോർഡിൽ ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. എവിടെ വേണ്ടത് വെച്ചാൽ പേസ്റ്റ് ചെയ്യുക ചെയ്തത്. നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് മാത്രമല്ല അവിടെ കോപ്പി ആയിട്ടുള്ളത്. നമുക്ക് ബ്രഷ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ റൈറ്റിലേക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്ത് പോകണം. ഇമേജ് മൊത്തത്തിൽ അവിടെ ക്യാച്ച് ആയിട്ടുണ്ട്. ഇങ്ങനെ വരച്ച് പോകാൻ പറ്റും. കണ്ടോ? പിന്നെ ഞാൻ ഇതിൻ്റെ മേൽഭാഗത്ത് ഈ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡിൽ ക്ലോൺ സോഴ്സ് പാനലിൽ നമുക്ക് ഓപ്പൺ ആയി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇമേജിനെ ഫ്ലിപ്പ് ചെയ്യാനും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിൻ്റെ ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുത്തു പേസ്റ്റ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് അതിൻ്റെ കോപ്പിയാണ് വന്നിട്ടുള്ളത്. ഇനി കണ്ടു ചെയ്തു ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ ടിക്കറ്റ് വെച്ചു. ഇനി കോപ്പി എടുക്കണം. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഹൊറിസോണലായിട്ട് ഫ്ലിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സെക്കൻഡ് വെർട്ടിക്കൽ ഫ്ലിപ്പാണ്. കോപ്പി എടുത്തു വെർട്ടിക്കലായിട്ട് ഫ്ലിപ്പായിട്ടുണ്ട്. ഇനി രണ്ട് ടിക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. വെർട്ടിക്കലായിട്ടും ഹൊറിസോണലായിട്ടും ആ ഇമേജ് ഫ്ലിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടെ ഒരു ആംഗിൾ കൊടുക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ 40 90 കൊടുക്കാം. കോപ്പി എടുക്കണം. നോക്കി 90 ഡിഗ്രിയിൽ ആ ഇമേജ് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ടൂളാണ് പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ. എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാറ്റേൺ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇവിടെ കുറേ പാറ്റേൺസ് അവർ തന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. അല്ലാതെ ഇവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചെണ്ണം കൂടെ കിട്ടും. ഇതിൽ ഏത് കാറ്റഗറിയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏത് ടൈപ്പ് ബ്രഷാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വരയ്ക്കുമ്പോൾ കണ്ടില്ലേ? ബ്രഷ് ചെയ്യുമ്പോൾ ആ പാറ്റേൺ അവിടെ ഫില്ലായിട്ട് വരും. ഇനിയിപ്പോൾ നമ്മൾ കയ്യിലുള്ള ഒരു പിക്ചറിനെ വേണമെങ്കിലും നമുക്കൊരു പാറ്റേൺ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു പിക്ചർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിന് എനിക്ക് കോപ്പി ചെയ്തിട്ടു. സാധാരണ നമുക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഫില്ലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് കോപ്പി എടുക്കും. എന്നിട്ട് ഇങ്ങനെ കോപ്പി എടുത്തിട്ട് വെച്ച് പോവുക ചെയ്യാം. പക്ഷെ ഇതല്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് അതിന് പാറ്റേൺ ആക്കി മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഡിഫൈൻ പാറ്റേൺ കാണാം. അവിടെ പാറ്റേൺ എന്തെങ്കിലും പേര് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള പേര് കൊടുത്തിട്ട് സേവ് ചെയ്യാം. അതിനുശേഷം ക്യാൻവാസിലേക്ക് വന്നു ടൂള് സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് സേവ് ചെയ്തിട്ടുള്ള പാറ്റേണിൽ ഏറ്റവും അവസാനം ഇവിടെ വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്തു. ഇനി ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള പാറ്റേണിൽ കണ്ടോ? ഞാൻ എന്ത് ഇമേജ് വേണമെങ്കിലും നമുക്ക് പാറ്റേൺ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ കൂടെ പറയാം. നമ്മൾക്കൊരു പാറ്റേൺ കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അങ്ങനെ വരയ്ക്കുക. ഇനി ഇതിലെ കളേഴ്സ് ഫുൾ എടുക്കണം നോക്കിയാൽ അതിനൊരു വഴിയുണ്ട്. ഇവിടെ ഇംപ്രഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടിക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ടിക്ക് ഇവിടെ ഓണാക്കി. ഇനി വരയ്ക്കുമ്പോൾ ഇതിലെ കളേഴ്സ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. സ്പേസിങ്, അതായത് ബ്രഷിന്റെ സ്പേസിങ് ഒന്നും കൂടെ കൂട്ടുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. സ്പേസിങ് അവിടെ നമുക്ക് കൂട്ടുകയാണെന്ന് പറയാം. ബ്രഷിന്റെ സൈസ് ഒന്ന് കുറച്ചു. ഇനി വരയ്ക്കുമ്പോൾ നോക്കി, ആ ഇമേജിലുള്ള എല്ലാ കളറുകളും വരുന്നുണ്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.